ആർ അത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു. ആദ്യമുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരോടുകൂടെ അനന്യനുമാകുന്നു. യെശയ്യാവ് 41:4. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ തലമുറകളെ തുടക്കം മുതൽ വിളിച്ചിരിക്കുന്നത് ദൈവപുത്രനാണ്. ഏകജാതനായ പുത്രൻ പറയുകയാണ്, യഹോവയായ ഞാൻ ആദ്യനാണ്, അന്ത്യനാണ്, അനന്യനാണ്. അനന്യൻ എന്നാൽ ഞാൻ തന്നെ അവൻ, മാറ്റമില്ലാത്തവൻ, ഒരാൾ തന്നെ എന്നെല്ലാം വിവിധ പരിഭാഷകളിൽ കൊടുത്തിട്ടുണ്ട്. തുല്യതയില്ലാത്തവനെന്നും മനസ്സിലാക്കാം. Who hath wrought and done it, calling the generations from the beginning. I the Lord, the first, and with the last, I am he. യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ശബ്ദം കേട്ടു. ആ രൂപം കണ്ടിട്ട് യോഹന്നാൻ അവന്റെ കാൽക്കൽ വീണു. യേശുക്രിസ്തു അവനോട് പറയുകയാണ്, ഞാനാണ് ദൈവപുത്രൻ, ആദ്യനും അന്ത്യനുമായിരിക്കുന്നവൻ, ഞാനാണ് ജീവനുള്ളവൻ, അതായത് താൻ മാത്രം അമർത്യതയുള്ളവനെന്ന്. And when I saw him, I fell at his feet as dead. And he laid his right hand upon me, saying unto me, Fear not, I am the first and the last. ദാവീദിന്റെ സന്തതിയായ യേശുക്രിസ്തുവിനെ ആദ്യം മുതലുള്ള ദൈവത്തിന്റെ പുത്രൻ എന്നാണ് നാം വിശ്വസിക്കേണ്ടത്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. വെളിപ്പാട് 1:17. സുവിശേഷം വളരെ അറിയിക്കപ്പെട്ടിട്ടും ബൈബിളുകൾ വ്യാപകമായി വിതരണം ചെയ്തിട്ടും ഈ സത്യം വേണ്ട വിധത്തിൽ പ്രസംഗിക്കപ്പെട്ടിട്ടില്ല.